എസ് ഫോർ സഫാരിയുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര പെരുന്തേനരുവി വാട്ടർഫോൾസിലേക്കാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടവും അവിടുത്തെ ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്ന മനോഹരമായ കാഴ്ചയും. പണ്ടുകാലത്ത് ആദിവാസികൾ തേൻ ശേഖരിക്കാൻ വന്നപ്പോൾ അരുവിയുടെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വലിയൊരു തേൻ ശേഖരം കണ്ടെത്തിയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലത്തിന് പെരുന്തേനരുവി എന്ന പേര് കിട്ടുവാൻ കാരണമായെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പേരിൽ മാത്രമേ നമ്മുടെ പെരുന്തേനരുവിക്ക് തേനുള്ളൂ. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിൽ വളരെയധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 95 പേര് മുകളിൽ ഈ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയെല്ലാം ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപായ മുന്നറിയിപ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ശരിക്കും 2017 ഈ ഡാം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു ഡാമാണിത്. മഴക്കാലത്ത് മാത്രമേ നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ റിസർവോയറിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം മഴക്കാലം ആകുമ്പോൾ ഈ ഡാമിൻ്റെ ഓവർഫ്ലോയിലൂടെ ഈ വെള്ളം ശരിക്കും നിറഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചയും അതുതന്നെയാണ്. പിന്നെ നമ്മുടെ ഈ വൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ ഈ കനാലിൽ കൂടി വെള്ളം വിട്ട് താഴേക്ക് വെള്ളം എത്തിയൊക്കെയാണ് വൈദ്യുതി ഉൽപ്പാദനമൊക്കെ നടത്തുന്നത്. എന്താണെങ്കിലും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഈ മഴക്കാലത്ത് നമ്മുടെ പെരുന്തേനരുവിയിലെ ഡാമും വെള്ളച്ചാട്ടത്തിൻ്റെയും കാഴ്ച. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മറുകരയിലെത്തി. അപ്പം ഇതുവഴി കിടക്കുന്ന ഈ വഴി നടന്ന് താഴേക്ക് ചെന്നാൽ നമ്മുടെ വാഹനങ്ങളുമായിട്ടും നമുക്ക് പോകാൻ സാധിക്കും. എന്തായാലും ഞങ്ങൾ വാഹനം അങ്ങേ സൈഡിലിട്ടു. അപ്പം അതുവഴി നടന്നു പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന കനാലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന നമ്മൾ മറുകരയിൽ ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്ന വഴിയുള്ള ഒരു ബോർഡാണ്. നദിയിൽ ഗർത്തങ്ങൾ ഉള്ളതിനാൽ ഇറങ്ങരുതെന്നും പാറക്കെട്ടിൽ തെന്നി നദിയിൽ വീണ് ഇവിടെ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടെന്നുള്ള ബോർഡുണ്ട്. പിന്നെ ഇന്നത്തെ സെൽഫി നാളത്തെ മരണവാർത്തകളിൽ കോളങ്ങളിൽ ഇടം പിടിക്കാതിരിക്കട്ടെ എന്നുള്ള ബോർഡുകളുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തായിട്ടാണ് വന്നു നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഭാഗം ഇതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചുഴികൾ, വെള്ളം വന്ന് ചുഴികൾ കാണാൻ സാധിക്കും. ശരിക്കും ഇവിടുത്തെ പ്രത്യേകതയും ഇതുതന്നെയാണ്. ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്ക് മൂലം പാറയിൽ വൃത്താകൃതിയിലുള്ള ചുഴികൾ രൂപപ്പെടുകയും അതിൽ വെള്ളം വന്ന് ചുഴി പോലെ കറങ്ങി അപ്പുറത്തേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചുഴികളിൽ ഏതിലേലും വീണാൽ മരണം ഉറപ്പാണ്. അതുമാത്രമല്ല ഇവിടെ വീണ് ഇതിനകത്ത് അകപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നും ഒക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഈ വെള്ളം താഴേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. വെള്ളം വന്ന് കറങ്ങി ചുഴിയായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ നദിയിൽ മീൻപിടുത്തക്കാർ സ്ഥിരമായിട്ട് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചേട്ടനൊക്കെ ചൂണ്ടയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങേക്കരയിലും നിരവധി ആൾക്കാർ മീൻപിടുത്തത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഗർത്തങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളം ഒഴുകി രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നത് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ എരുമേലിയിൽ വന്ന് മുക്കൂട്ടുതറ വഴി ചാത്തന്തറ എത്തി വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പത്തനംതിട്ടയിൽ നിന്നും 36 കിലോമീറ്റർ സഞ്ചരിച്ച് റാന്നി വെച്ചുച്ചിറ നവോദയ സ്കൂളിൻ്റെ താഴേക്ക് വന്നാലും ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്.
അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ KSEBയുടെ ഒരു ഓഫീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇതിനപ്പുറത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതുവഴിയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഡാമിൻ്റെ ഇങ്ങേ സൈഡിൽ വന്ന് കുറച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് മീൻപിടുത്തക്കാരും ഒരു വാട്ടർ ടാങ്കും റിസോർട്ടും ഒക്കെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചയും കൂടിയൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുത്തെ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴിയുണ്ട്. അപ്പം ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇതുവഴി താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മറുഭാഗത്തു നിന്നുള്ള കാഴ്ച നല്ല മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം നല്ല തെറ്റലുണ്ട്. അപ്പം ഇവിടെ എല്ലാം ബോർഡുകൾ ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. ആര് വന്നെന്ന് പറയാനും വളരെ അധികം സൂക്ഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ പാലം വഴി ഒന്ന് താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. ആ മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മുടെ S4 സഫാരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമ്മൾക്ക് കാണാം.